നീലിമലത്താഴ്വരയിൽ വയനാടൻ വയലേലകളിൽ കമ്പളം നാട്ടി നടന്ന കാലം കമ്പളപ്പാട്ടിൻ നീളവുമായി അന്നും വയനാടൻ പാടമുണർന്നു. വള്ളിയൂർ കാവിൽ ഉത്സവമായി കാടിന്റെ മക്കൾ തന്നുത്സവമായി നാടുവാഴും തമ്പ്രാക്കൾ കാവിലെത്തി അടിമപ്പണം നൽകി അടിമയാക്കി ഏങ്കളെ കൂട്ടരെ അടിമയാക്കി. ദിവസങ്ങളങ്ങു കൊഴിഞ്ഞിടവേ ഒരടിയാത്തി പെണ്ണിനൊരുണ്ണി പിറന്നു. താരാട്ട് പാടി ഉറക്കിയവൾ അമ്മിഞ്ഞ നൽകി ഉറക്കിയവൾ. രാസയ്യാരോ രാജരാസയ്യാരോ രാസയ്യാരോ രാജരാസയ്യാരോ. തമ്പ്രാന്റെ കൽപ്പന എത്തി കമ്പളം നാട്ടിക്കു കാലമായി. 3000 പറപ്പാടത്തിനായി കീഴാളരെല്ലാരും എത്തിടേണം കമ്പളം നാട്ടി നടത്തിടേണം. 10 ദിനമായൊരൻ കുഞ്ഞിനെ അമ്മിഞ്ഞപ്പാൽ നൽക വേണ്ടേ തമ്പ്ര. പാവമൻ കുഞ്ഞെ വിശന്നീടില്ലേ എന്നാരോമലുണ്ണി തളർന്നീടില്ലേ. ആവനരോധനം കേൾക്കാത്ത നീചന്മാർ കമ്പളം നാട്ടിക്കിറക്കി അവളെ കമ്പളം നാട്ടിക്കിറക്കി. കീഴാളവർഗത്തിൻ ദുർവിധിയോർത്തവൾ കമ്പളം നാട്ടിക്കിറങ്ങി കമ്പളം നാട്ടിക്കിറങ്ങി. പാടവരമ്പത്ത് അടിയാളച്ചക്കന്മാർ തുഴയും കുഴലുമായെത്തി കമ്പളം നാട്ടി തുടങ്ങി കമ്പളം നാട്ടി തുടങ്ങി. കമ്പളം നാട്ടിക്ക് ആ കമ്പളച്ചോറ് ആ കമ്പളച്ചോർക്ക് ആ കമ്പളക്കറി. കമ്പളം നാട്ടിക്ക് ആ കമ്പളച്ചോറ് ആ കമ്പളച്ചോർക്ക് ആ കമ്പളക്കറി. കുഞ്ഞ് വിശന്ന് കരയുന്നു തമ്പ്ര അമ്മിഞ്ഞ ഞാനൊന്ന് നൽകിക്കോട്ടെ. വയറിന്റെ നൊമ്പരമറിയാത്ത നീചന്മാരവളെ വിലക്കി ചൂരൽ വടിയാൽ വിലക്കി. പാടങ്ങൾ ഓരോന്നായി നാട്ടിക്കഴിഞ്ഞവൾ ഓടിയൊരുമതൻ ചാരത്തേക്ക് അമ്മ തൻ നെഞ്ചം ചുരത്തിയൊരവൃന്ന ആ കുഞ്ഞു ചുണ്ടുകൾ വിടർന്നതില്ല. നെഞ്ചകം പൊട്ടി മരിച്ചു സാധുവും അടിമവർഗത്തിൻ രക്തസാക്ഷിയ അടിമവർഗത്തിൻ രക്തസാക്ഷിയ.